ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. ഈ വീഡിയോ കാണുന്നവർ ഈ കറി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ഉണക്ക കൊഞ്ചാണെങ്കിൽ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട്. നല്ല വെള്ളമയമൊക്കെ അതിൻ്റെ തൊണ്ട്, അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല വറുത്തെടുക്കാം. ഇനി ഇത് വറുത്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മൾ ഉണക്കക്കൊഞ്ചൊക്കെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു ചീനച്ചട്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഈ ഒരു രൂപത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ പച്ചമുളക് നടുക്കൂടെയാണ് അരിഞ്ഞെടുക്കേണ്ടതും. ഈ രണ്ടും കൂടെ ഇതിൻ്റെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മുരിങ്ങക്ക ഉണ്ട്, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമുക്കാണെങ്കിൽ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ളത് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്ക ചെമ്മീനുണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട താരം. അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിക്ക് അടിപൊളി ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ മുരിങ്ങക്കൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നല്ല തിളച്ച് പതിയെ വരട്ടെ. ഈ തിളച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇതിലേക്ക് അടുത്ത ആവശ്യമായിട്ടുള്ളത് നമുക്ക് തേങ്ങയാണ്. അത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ച നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയൊക്കെ വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങയുടെ അരപ്പും കൊണ്ടിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ച് കൊടുത്ത് ആവശ്യമുള്ള വെള്ളം കൊണ്ടിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇത് കലക്കി ഒന്ന് എടുക്കാം. നന്നായിട്ട് കലക്കിയ ശേഷം നമ്മൾ തീ കുറച്ചിട്ടൊന്ന് വെക്കുക. നന്നായിട്ട് തിളച്ചൊന്ന് വരണം പതിയെ. പെട്ടെന്ന് അങ്ങ് തിള വന്ന പോലെ തീ കുറച്ചിട്ട് പതിയെ തിള വന്നാൽ മതിയാവും. ഇനി ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് മാത്രം അതിൻ്റെ കൂടെ നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ചുമന്നുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ ചുമന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ബ്രൗൺ കളറിൽ വരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. ചെറുതായിട്ട് നമ്മൾ വഴറ്റിയെടുത്ത ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത കരിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കാണെങ്കിൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം. മുളക് പൊടി ഇടുമ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം മാത്രം ഇടുക, അല്ലെങ്കിൽ മുളക് അരിഞ്ഞു പോവും. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അടിപൊളി മണമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റും സൂപ്പറാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.